ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സുപ്രസിദ്ധ സുവിശേഷകനായിരുന്നു ജോൺ വെസ്ലി. അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗിൽ നടന്നതായ ഒരു സംഭവം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജോൺ വെസ്ലി ഒരു സുപ്രസിദ്ധമായ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി തൊട്ടടുത്തു നിന്നുള്ള ഒരു സത്രം സൂക്ഷിപ്പുകാരൻ അവിടെ കടന്നു വന്നു. അദ്ദേഹത്തിന് സംഗീതം കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ പ്രസംഗത്തോടോ ദൈവവചനത്തോടോ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ദൈവവചനം കേൾക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. സംഗീതം വളരെ ഇഷ്ടമായിരുന്നുകൊണ്ട് ജോൺ വെസ്ലിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഗീത ശുശ്രൂഷകൾ പാടുന്നതായ പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടിയാണ് അയാൾ ആ യോഗത്തിൽ കടന്നു വന്നിരുന്നത്. പാട്ട് തീരുമ്പോൾ അദ്ദേഹം രണ്ട് ചെവികളും വിരൽ കൊണ്ട് അടച്ചിട്ട് അവിടെ പ്രസംഗം ഒട്ടും കേൾക്കാതെ അവിടെ തന്നെ ഇരുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ഇയാൾ സംഗീത ശുശ്രൂഷയ്ക്ക് മുൻപേ തന്നെ കടന്നു വന്നു. പാട്ട് തുടങ്ങി. പാട്ടിന് ശേഷം പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പഴയതുപോലെ തന്നെ തൻ്റെ രണ്ട് ചെവികളിലും വിരലുകൾ തിരികെ കയറ്റി പ്രസംഗം അല്പം പോലും കേൾക്കാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ചെവികളെ ശരിക്കും അടച്ച് ഒട്ടും പ്രസംഗം കേൾക്കാതെ വളരെ ശ്രദ്ധയോടെ അവിടെ ഇരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു ഈച്ച അയാളുടെ മൂക്കത്ത് വന്നിരുന്നു. ഈ ഈച്ചയെ തട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അയാൾ തൻ്റെ ഒരു ചെവിയിൽ നിന്നും വിരലെടുത്തിട്ട് കൈകൊണ്ട് ഈച്ചയെ തട്ടി മാറ്റി. ആ സമയത്ത് ജോൺ വെസ്ലിയുടെ നാവിൽ കൂടി പുറത്തേക്ക് വന്നതായ വചനം ഇപ്രകാരമായിരുന്നു: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ വാക്കുകൾ അയാളുടെ ചെവികളിൽ കൂടി ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ ചെവികൾ അടച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളതായ സുവിശേഷം മുഴുവൻ അദ്ദേഹം അവിടെ ഇരുന്ന് കേട്ടു. താൻ വീട്ടിൽ പോയി അവിടെ ചെന്നതിന് ശേഷം അന്ന് കേട്ടതായ വചനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ ക്രിയ ചെയ്യുവാൻ തുടങ്ങി. വളരെയധികം രൂപാന്തരം വരുത്തുവാൻ തുടങ്ങി. വചനം കേൾക്കുവാനുള്ള ദാഹം ആ വ്യക്തിയിലുണ്ടായി. അയാൾ പിറ്റേന്നും പിന്നീടുള്ളതായ എല്ലാ കൺവെൻഷന്റെ എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കുകയും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി തീരുകയും ചെയ്തു. യോഹന്നാൻ എഴുതിയതായ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളോട് തന്റെ ദൂത് എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പല പ്രാവശ്യവും പറയുന്നുണ്ട്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നും സുവിശേഷ സത്യങ്ങൾ നാം ദിനംതോറും കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും, അനേകരും ഈ സുവിശേഷത്തിന് മുൻപിൽ ചെവി അടച്ചു കളയുന്നു. പലപ്പോഴും സുവിശേഷം കേൾക്കാതെ കാതുകൾ അടച്ചു കളയുന്നു. സുവിശേഷത്തിന് നേരെ മുഖം തിരിക്കുന്നു. സുവിശേഷത്തോട് എതിർത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. നാം ഈ വചനം കേട്ടാൽ, ഹൃദയപൂർവ്വം കേട്ടാൽ, ഈ വചനം ജീവനുള്ള വചനമാണ്. ഇത് ചൈതന്യം വരുത്തുന്ന വചനമാണ്. ഇത് ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. നമുക്കറിയാം, ഒരു വാളുകൊണ്ട് വെട്ടിയാൽ എത്ര പെട്ടെന്നാണ് ഒരു സാധനം മുറിഞ്ഞു വീഴുന്നത്. വാള് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ്. ആത്മാവിന്റെ വാളാണ് വചനം. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നു. അത് ഒരു സൈഡിലേക്കല്ല, അത് ഇരുവശവും മൂർച്ചയേറിയതായ ഒരു വാള്, രണ്ട് വശവും മൂർച്ചയുള്ള ഒരു കത്തി. എത്ര ശ്രദ്ധയോടെ നാം ഉപയോഗിച്ചാലാണ് അത് മുറിയാതിരിക്കുന്നത്. എന്നാൽ ഈ ഇരുവശത്ത് മൂർച്ചയുള്ളത് കൊണ്ട് ഈ വചനം നമ്മെ വെട്ടി മുറിവേൽപ്പിക്കാതിരിക്കുകയില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ അതൊരു പിളർപ്പുണ്ടാക്കിയിട്ട് ആ പിളർപ്പിൽ കൂടി ദൈവസ്നേഹത്തിന്റെ ആ കർത്താവിന്റെ സ്നേഹം അതിലേക്ക് ഒഴുക്കി നമ്മെ മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലായി തീരുവാൻ ഈ തിരുവചനം സഹായിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നും ഈ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ, പ്രിയ മകളെ, നീ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരുപക്ഷെ ആയിരിക്കാം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ വചനങ്ങൾക്കെല്ലാം ചെവി ചായ്ക്കുന്ന ഒരു വ്യക്തിയാണോ? ചില വചനങ്ങൾ നല്ലത്, ചില വചനങ്ങൾ എനിക്ക് ചേരാത്തത് എന്നനുസരിച്ച് നിന്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അത് നമ്മുടെ ബുദ്ധികളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ വചനങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ചു തരുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാം ചെവി കൂർപ്പിച്ച് ഇത് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു, ഈ വചനത്തിൽ എന്താണുള്ളത്, ഈ വചനത്തിന് എന്ത് ശക്തിയാണുള്ളത്, ഈ വചനത്തിലൂടെ എന്ത് അധികാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് വ്യക്തമായും ഇടപെടുന്നതാണ് ദൈവത്തിന്റെ വചനം. വ്യക്തിപരമായി ഇടപെടുന്നതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യൻ നേരെ സംസാരിക്കുന്ന പോലെ നാം ഈ വേദപുസ്തകം എടുത്ത് പ്രാർത്ഥനയോടെ വായിക്കുന്നുവെങ്കിൽ ഇതിലെ വചനങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും.
ഇത് കേവലം സാധാരണ ഒരു പുസ്തകമല്ല, ഒരു നോവൽ വായിച്ചു വിടുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപുസ്തകം വായിക്കുന്ന പോലെയോ പഠിക്കുവാനുള്ളതായ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയോ ഏതെങ്കിലും പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുന്നത് പോലെയോ അല്ല ഈ ജീവന്റെ വചനം. ഈ വചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഈ വചനം കേൾപ്പാൻ ചെവിയുള്ളവൻ ശ്രദ്ധയോടെ കേട്ടാൽ, അതെ, നാം കേൾക്കുവാൻ ആഗ്രഹത്തോടെ കാതു കുറിപ്പിച്ചാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അകറ്റുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലെ നിരാശകളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മെ ശക്തിയുള്ളതാക്കി തീർക്കും. ഈ വചനം നമുക്ക് രോഗസൗഖ്യം നൽകും. ഈ വചനം നമുക്ക് സമാധാനം നൽകും. ഈ വചനം നമുക്ക് ആശ്വാസം നൽകും. ഈ വചനം നമുക്ക് മാന്യത നൽകും. ഈ വചനത്തെ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അതെ, ഈ വചനം കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ഈ തിരുവചനം, ഇമ്മാനുവേലാകുന്ന ഈ വചനം ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ, ഈ വചനം വായിക്കുവാൻ തുടങ്ങിയാൽ, ഈ വചനം വ്യാഖ്യാനിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ, ഈ വചനം വ്യാഖ്യാനിക്കുന്ന രംഗത്ത് നിങ്ങൾ കടന്നു പോയിരുന്നാൽ, തിരുവചനം ഉള്ളതായ മീറ്റിങ്ങുകളിൽ നിങ്ങൾ സംബന്ധിച്ചാൽ, നിങ്ങളുടെ ഹൃദയം പകർന്നാൽ, അതെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടും. നിങ്ങൾക്ക് സമാധാനം തരും, ആശ്വാസം തരും. ഈ ഭൗമികമായ ലോകത്തിൽ, ഈ നശിച്ചു പോകുന്നതായ നശ്വരമായ ലോകത്തിൽ അനശ്വരമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ തിരുവചനം, നമ്മുടെ കർത്താവ് വീണ്ടും വരും. അതെ, ഈ ഭൂമിയിലെ സമാധാനമോ സൗഖ്യമോ മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് എൻ്റെ യേശു എന്നെ ചേർക്കുവാൻ വീണ്ടും വരും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് മാറിപ്പോയാലും, അല്ല, ഞാൻ ജീവനോടെ ഇരുന്നാലും, എൻ്റെ കർത്താവ് വീണ്ടും വരുന്നതായ നാളിൽ ഞാൻ അവനോടൊപ്പം പറന്നുയരും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ പുറപ്പെടും. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വചനം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ കൂർപ്പിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതായി ഈ വചനം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ ശ്രദ്ധയോടെ ചായ്ക്കുക. ഹല്ലേലൂയ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാം വിട്ടിട്ട് ഈ വചനത്തിന് വേണ്ടി കാതു കുറിപ്പിച്ചാൽ, ഈ വചനത്തിന് മുൻപാകെ നമ്മുടെ ചെവികളെ ചായ്ച്ചാൽ, ആ കർത്താവ് നമ്മെ ഉയർത്തും, നമ്മെ മാന്യരാക്കി തീർക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നമ്മുടെ കർത്താവിനോട് കൂടി ജീവിക്കുവാൻ വേണ്ടി നല്ലവനായ യേശു നമ്മെ ഒരുക്കും. അതെ, ആ ജോൺ വെസ്ലിയുടെ പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്നതായ മനുഷ്യനെ പോലെ ഇന്ന് നിങ്ങൾ ചെവി അടച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ തിരുവചനങ്ങൾക്ക് വേണ്ടി ഇന്ന് കാതു തുറക്കുക. നല്ലവനായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു, അവൻ്റെ അരികിലേക്ക് വിളിക്കുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ക്ഷണിക്കുന്നു. അനശ്വരമായ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നടുവാൻ കർത്താവ് കൊതിക്കുന്നു. ഈ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരിക. കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുക. കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.